2 ദിവസങ്ങൾക്ക് ശേഷം പശ്ചിമേഷ്യയിൽ വീണ്ടും അശാന്തി പടരുകയാണ്. ഇറാഖിലെ എർബിലിലുള്ള US കോൺസുലേറ്റിന് സമീപം ആക്രമണമെന്ന റിപ്പോർട്ടുകളുണ്ട്. എർബിലിൽ 7 തവണ സ്ഫോടനമുണ്ടായതായി ഇറാഖ് മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. 4 ഇറാനിയൻ ഡ്രോണുകൾ എർബിലിന് സമീപമുള്ള ഖലിഫാൻ സോറൻ മേഖലകളിൽ ആക്രമണം നടത്തിയതായി ഇറാഖ് പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു. ആക്രമണം പ്രതിരോധിക്കാനായി 10ലേറെ US യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും രംഗത്തെത്തിയിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. ഇറാഖിലെ ഏറ്റവും വലിയ വാതകപ്പാടമായ ഖോർമോറും ആക്രമിക്കപ്പെട്ടതായാണ് വിവരം. ഇറാഖിലെ ഊർജ്ജ വിതരണത്തിന്റെ ഏറിയ പങ്കും ഇവിടെ നിന്നാണ്. ചൊവ്വാഴ്ച പുലർച്ചെ എർബിലിൽ ആക്രമണമുണ്ടായ അതേ സമയത്ത് തന്നെയാണ് ഖോർമോറിലും ആക്രമണം ഉണ്ടായതെന്ന് ഇറാഖ് പറഞ്ഞു. ആക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്നാണ് ഇറാഖ് ആരോപിക്കുന്നത്. അമേരിക്ക എങ്ങനെയെങ്കിലും യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി തേടുകയാണെന്നാണ് ഇറാൻ പറയുന്നത്. അതിനിടെ ഇറാനുമായുള്ള ചർച്ചകൾ പരാജയപ്പെട്ടാൽ ശക്തമായ സൈനിക നടപടി ഉണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിയും മുഴക്കി. US ഇറാൻ സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥരായി പ്രവർത്തിക്കുന്ന രാജ്യങ്ങൾ ആവശ്യപ്പെട്ടതിനാലാണ് ആക്രമണങ്ങൾ നിർത്തിവെച്ചതെന്നും നയതന്ത്ര ചർച്ചകൾക്ക് കൂടുതൽ സമയം നൽകാൻ കഴിയില്ല എന്നും ട്രംപ് പറഞ്ഞു. സമാധാന ചർച്ച പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുന്നതിനിടെ സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദും കിഴക്കൻ പ്രവിശ്യയിലെ എണ്ണ ശുദ്ധീകരണ ശാലകളും ലക്ഷ്യമിട്ട ഡ്രോൺ ആക്രമണം ഉണ്ടായി. ഇറാഖിലെ ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘങ്ങളാണ് ആക്രമണം നടത്തിയതെന്നും എല്ലാ ഡ്രോണുകളും വെടിവെച്ചിട്ടെന്നും സൗദി സേന അറിയിച്ചു. ചെങ്കടലിൽ സൗദിയുടെ എണ്ണക്കപ്പലിനു നേരെ മിസൈലുകൾ തൊടുത്തതായി യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ അവകാശപ്പെട്ടു. ഇറാൻ വിരുദ്ധരായ കുർദുകളുടെ വടക്കൻ ഇറാഖിലെ താവളങ്ങൾക്കു നേരെ തുടർച്ചയായ ഡ്രോൺ ആക്രമണം ഉണ്ടായതായി ഇറാഖും വ്യക്തമാക്കി. 2 ഡ്രോണുകൾ വെടിവെച്ചിട്ടെന്ന് ജോർദാനും അറിയിച്ചു. ഹോമസ് കടലിടുക്കിൽ അനുമതിയില്ലാതെ കടക്കാൻ ശ്രമിച്ച 6 കപ്പലുകളെ ഇറാൻ സേന മടക്കി അയക്കുകയും ചെയ്തു. അതേസമയം ഹൂതികളുടെ സൗദിക്ക് നേരെയുള്ള കപ്പൽ ഉപരോധത്തോടെ ചരക്കു നീക്കത്തിൽ വേഗതക്കുറവ് സംഭവിച്ചതായി അന്താരാഷ്ട്ര ഏജൻസികൾ അറിയിച്ചു. കപ്പലുകൾ GPS ഓഫ് ചെയ്തും ചരക്കു നീക്ക കമ്പനികൾ ഷിപ്പിംഗ് ഡേറ്റയിൽ മാറ്റം വരുത്തിയുമാണ് നിലവിൽ ചരക്കു നീക്കം നടത്തുന്നത്. ഇതിനാൽ തന്നെ വലിയ പ്രത്യാഘാതം ഉപരോധം സൗദിക്ക് മേൽ സൃഷ്ടിച്ചിട്ടില്ല. യമനിലെ ആക്രമണം ചൂണ്ടിക്കാട്ടി സൗദിക്ക് മേൽ ഹൂതികൾ പ്രഖ്യാപിച്ച കപ്പൽ ഉപരോധം ഒരാഴ്ചയാവുകയാണ്. ഇതിനകം ഡസണിലേറെ കപ്പലുകൾ ഹൂതി മുന്നറിയിപ്പിൽ മടങ്ങി. 4 കപ്പലുകൾക്ക് മേൽ ആക്രമണവും നടന്നു. ആക്രമണ ഭയത്തിൽ ബാബൽ മദദ് വഴിയുള്ള ചരക്ക് നീക്കത്തിൽ കുറവും വന്നിട്ടുണ്ട്. കെപ്ലർ പുറത്തുവിട്ട കണക്ക് ഇങ്ങനെയാണ്. ഞായറാഴ്ച 11 ചരക്ക് കപ്പലുകൾ മാത്രമാണ് ബാബൽ മദബിലൂടെ കടന്നുപോയത്. അതിൽ 7 ഓയിൽ ടാങ്കറുകളാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. ശനിയാഴ്ച ഹൂതികൾ യാംബു, ജിസാൻ, അറാംകോ പ്ലാന്റുകൾ ലക്ഷ്യം വെച്ചതാണ് ഇതിന് കാരണമായത്. അതേസമയം സൗദി തുറമുഖങ്ങളിലെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തിയതൊഴിച്ചാൽ സേവനങ്ങൾ സജീവമാണ്. ഹൂതികളെ മറികടക്കാൻ വെസലുകളും ടാങ്കറുകളും ട്രാക്കർ ഓഫ് ചെയ്തും കപ്പലുകളുടെ വിവരങ്ങൾ മാറ്റിയുമാണ് ഇതുവഴി കടന്നുപോകുന്നത്. ഹൂതികൾ സൗദി കപ്പലുകളെയാണ് ലക്ഷ്യം വെക്കുന്നത്. ഇതിനാൽ വിവരങ്ങൾ മാറ്റിപ്പോകുന്നതിനാൽ എളുപ്പത്തിൽ ഇവയെ കണ്ടെത്താനും കഴിയില്ല. അതേസമയം ഭീതി നിലനിൽക്കുന്നതിനാൽ വൻ നിരക്കാണ് കപ്പലുകളുടെ ഇൻഷുറൻസ് തുകയിൽ വന്നത്. സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിൽ നിന്നുള്ള എണ്ണ വിതരണം തടസ്സപ്പെട്ടതോടെ മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ്, ആഫ്രിക്കൻ വിപണികളിൽ ക്രൂഡ് ഓയിൽ വില 2 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.